ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സുധാ മഴമേഘം. ഇന്ന് നമ്മൾ അടുക്കളയിലല്ല, വെളിയിലാണ് പാചകം ചെയ്യാൻ പോണത്. നേരത്തെ ഇട്ട വീഡിയോയിലെല്ലാം കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഔട്ട്ഡോർ ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിച്ചിട്ടായിരുന്നു ആ കമൻറ്റ്. അപ്പം നമ്മൾക്ക് ഇന്ന് ഔട്ട്ഡോർ ആക്കി കളയാം. നല്ല മണ, ഉപ്പ് കറക്റ്റ്, നല്ല രുചി, എരിവും പുളിയും പാകത്തിന്. ഇനി നമ്മൾ പൊളിക്കും. ഞാൻ നിങ്ങളുടെ സ്വന്തം സുധാ മഴമേഘം. ഇവിടെ എല്ലാം സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഔട്ട്ഡോർ കുക്കിങ്ങിൽ ചെയ്യാൻ പോണത് കോലിൽ കുത്തിയ മത്തൻ ടിക്ക. കോലിൽ കുത്തിയ മത്തൻ ടിക്കയ്ക്ക് എന്തൊക്കെ ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈദ മാവ്, മത്തൻ, ശകലം പഞ്ചസാര, മഞ്ഞൾപ്പൊടി, എള്ള്, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ നമ്മൾക്ക് മെയിനായിട്ട് ഈർക്കലിയാണ്. പച്ച ഈർക്കലി ഇങ്ങനെ ഇത്ര നീളത്തിൽ മുറിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ പ്രധാനമായിട്ട് നാടൻ വെളിച്ചെണ്ണയാണ്. ഇതാ കണ്ടില്ലേ, മത്തനിൽ കോലൊക്കെ വൃത്തിയായി കുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനുള്ള മാവ് തയ്യാറാക്കാം. മാവ് സെറ്റായിട്ടുണ്ട്. ഇതാ എണ്ണ നന്നായി ചൂടാവട്ടെ കേട്ടോളേ. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അത് വറുത്തെടുത്തോ? ഓ ശരി, വറുത്തെടുത്തു. ഇപ്പം ആവുണ്ട്, ഇപ്പം തരാട്ടാ. ശരി ശരി ശരി. കോലിൽ കുത്തിയ മത്തൻ ടിക്ക ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേ നമ്മുടെ സുധാ മഴമേഘത്തിൻ്റെ സ്പെഷ്യൽ കോലിൽ കുത്തിയ മത്തൻ ടിക്ക സെറ്റായിട്ടുണ്ട്. കോലിൽ കുത്തിയത് എന്ന് പറയുമ്പോൾ അതിൻ്റെ യൂസ് എന്താണെന്ന് ഇതാ മനസ്സിലായ കണ്ട. അങ്ങനെ കോലിൽ പിടിക്കുക, ഇതൊക്കെ എലി പോലെ എലി ഓക്കെ. ഇങ്ങനെ കോലിൽ പിടിച്ചിട്ട് സൂപ്പർ. ആ മാവിൻ്റെ കോട്ടിങ്ങിൽ നമ്മുടെ പഴംപൊരിയുടെയൊക്കെ കോട്ടിങ്ങാണ്. അകത്തുള്ള മത്തൻ പെട്ടെന്ന് വേകും.
ചെറിയൊരു സ്വീറ്റ്നെസ്. അപ്പോൾ ഇതെന്തായാലും പൊളിക്കും കേട്ടോ. ഈ സാധനം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ മത്തൻ സാധാരണ മത്തൻ എരിശ്ശേരി, മത്തൻ്റെ പായസം അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സുധാ മഴമേഘം ചെയ്തത് കണ്ടില്ലേ, കോലിൽ കുത്തിയ മത്തൻ ടിക്ക. എങ്ങനെയുണ്ട്? നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. പിന്നെ കമൻറ്റിൽ എഴുതുക കേട്ടോ, ഇതിൻ്റെ സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റിൽ എഴുതുക. പിന്നെ നമ്മുടെ ഇന്നത്തെ ഔട്ട്ഡോർ സെറ്റപ്പ് ആയിരുന്നു, അതേക്കുറിച്ചും കമൻറ്റിൽ എഴുതുക. അപ്പോൾ ഞാനിത് മൊത്തം ഫിനിഷ് ചെയ്യാൻ പോവുകയാണ് ഫ്രണ്ട്സ്. ഓക്കെ, ബൈ. അപ്പോൾ സുധാ മഴമേഘത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇട്ടോളൂ.